അതിനിടെ ഇപ്പൊ നമുക്കൊരു പുതിയ വാർത്ത വന്നിരിക്കുന്നത്, നമ്മുടെ KPC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് പറഞ്ഞിട്ടുണ്ട്, കേരളത്തിൽ സത്യസന്ധമായി ഒറിജിനലായി ഭരണവിരുദ്ധ വികാരമാണ് അലയടിച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ നമ്മൾ കണ്ണൂരേക്ക് വരുമ്പോൾ പയ്യന്നൂർ തളിപ്പറമ്പ് അഴീക്കോട് ധർമ്മടം കൂത്തുപറമ്പ് പേരാവൂർ തുടങ്ങി കല്യാശ്ശേരി ഇരിക്കൂർ കണ്ണൂർ തലശ്ശേരി മട്ടന്നൂർ വരെയുള്ള 11 മണ്ഡലങ്ങളാണ് കണ്ണൂരിലുള്ളത്. നമുക്ക് ഇപ്പൊ പയ്യന്നൂരിൽ നിന്ന് ഇങ്ങോട്ടേക്ക് തുടങ്ങുകയാണെങ്കിൽ വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയി. നമ്മൾ നേരത്തെ പറഞ്ഞു, മത്സരിച്ചു. ഇപ്പൊ ഇത് ഒരു വലിയൊരു ലീഡിലേക്ക് അദ്ദേഹം പോയി കഴിഞ്ഞു. DI മധുസൂദനൻ ഫസ്റ്റ് ടൈം 6000-7000 വോട്ടിന്റെ ലീഡ് നിൽക്കുന്ന സമയത്താണ് അവിടുന്നാണ് തകിടം മാറി മറിഞ്ഞ് വന്ന് വി കുഞ്ഞികൃഷ്ണൻ 3000-ന് മേലുള്ള വോട്ടിന്റെ ലീഡിലേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്ക് തോന്നുന്നത്, ഞാൻ മനസ്സിലാക്കുന്നത്, ഒരു അവിടെ ഭരണവിരുദ്ധ വികാരത്തിന്റെ പ്രശ്നമല്ല അവിടെ നടന്നത്. അതായത് വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിയോട് ഇടയാനുള്ളൊരു കാരണം ഉണ്ടായത് കണക്കിന്റെ പ്രശ്നത്തിലാണല്ലോ. സ്വാഭാവികമായിട്ടും കണക്കിന്റെ സാമ്പത്തികത്തിന്റെയും പ്രശ്നത്തിലാണ്. അപ്പോൾ ആ പ്രശ്നം പിന്നീട് പാർട്ടി തന്നെ പറഞ്ഞു ഞങ്ങളത് പാർട്ടിയിലെ അവതരിപ്പിക്കുള്ളൂ എന്നുള്ള ആ ഒരു രീതിയിലേക്ക് പിന്നീട് അവർ വന്നിട്ടുണ്ടായിരുന്നു. അതിനെ വി കുഞ്ഞികൃഷ്ണൻ വീണ്ടും എതിർത്തു. വി കുഞ്ഞികൃഷ്ണൻ പുസ്തക പ്രകാശനം ചെയ്തു. ഇതൊക്കെ ശരിക്കും യഥാർത്ഥ പാർട്ടിക്കാർ കുഞ്ഞികൃഷ്ണന്റെ കൂടെയാണോ അതോ അത് അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ അതല്ല, നമുക്കിപ്പോൾ ഒരാളെ ഉള്ളിൽ കയറി നോക്കാൻ പറ്റില്ല. പക്ഷെ ഇവിടെ കുഞ്ഞികൃഷ്ണന്റെ ഭാഗം വിജയിക്കാനുണ്ടായ ഒരു കാരണം ഞാൻ മനസ്സിലാക്കുന്നത്, അവര് കോൺഗ്രസിന് സപ്പോർട്ട് ഉണ്ട്. കോൺഗ്രസ് അവിടെ എടുത്തു പറയാനുള്ള ഒരു സംഘടനയാണോ എന്നുള്ളത് പിന്നീട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. പക്ഷെ എങ്ങനെ ആയിക്കഴിഞ്ഞാലും കോൺഗ്രസിന്റെ സപ്പോർട്ടോടുകൂടി അല്ലാതെ ജയിക്കാൻ പറ്റില്ല. പിന്നെ മാത്രമല്ല, എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം, സ്വാഭാവികമായിട്ടും CPM-ൽ നിന്ന് തന്നെ ഒരു വിഭാഗത്തിന്റെ വോട്ട് കൃത്യമായിട്ട് പോയിട്ടുണ്ട്. എല്ലാവരൊന്നും ഇങ്ങനെ ഒരു വിജയിച്ചെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷെ ഇത്രയധികം ലീഡിലേക്ക് മാറി മറിഞ്ഞ്, അതായത് പയ്യന്നൂരിൽ TI മധുസൂദനൻ സിറ്റിംഗ് MLA ഏറ്റവും നല്ല ഭൂരിപക്ഷത്തോടു കൂടി നിന്നിടത്ത് നിന്നാണ് തകിടം പറഞ്ഞിട്ട് ഈ ഒരു ലീഡിലേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ പാർട്ടി ഗ്രാമം എന്നുള്ള നിലക്ക് പയ്യന്നൂര് നമ്മള് സാധാരണക്കാരായ നമ്മൾ പറയുന്നു പാർട്ടി ഗ്രാമം. തളിപ്പറമ്പിലേക്ക് വരുമ്പോ ഇനിയിപ്പോ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇപ്പൊ തളിപ്പറമ്പിലോ ഒരു കാര്യം നോക്കൂ. ഇവിടെ TK ഗോവിന്ദൻ, PK ശ്യാമളെ പിന്തള്ളിക്കൊണ്ട് നല്ല ഭൂരിപക്ഷത്തോട് കൂടിയിട്ട് മുന്നോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ട് പാർട്ടി കോട്ടയിൽ തന്നെ വിള്ളലുകൾ വീണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. അതുപോലെ നമ്മൾ കണ്ണൂരിലേക്ക് വരികയാണെങ്കിൽ കടന്നപ്പള്ളി രാമചന്ദ്രൻ വളരെ പിറകിലാണ്. ഏകദേശം 6000 വോട്ടിന്റെ. നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ അദ്ദേഹത്തിന് പ്രായം ഒരു പ്രശ്നമാണോ? അല്ല, അത് സ്വാഭാവികമായിട്ട് പ്രായം മാത്രമല്ല. ഇപ്പൊ TO മോഹനൻ കഴിഞ്ഞ ഭരണകാലത്ത്, കോർപ്പറേഷൻ ഭരണകാലത്ത് മേയറായിരിക്കുന്ന സമയത്ത് നല്ലൊരു പ്രവർത്തനത്തിൽ നല്ലൊരു പേരെടുത്തൊരു വ്യക്തിയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളെ എല്ലാ വശവും നോക്കുമല്ലോ. അതുപോലെ മട്ടന്നൂരിലേക്ക് പോവുകയാണെങ്കിൽ വി കെ സനോജ് ലീഡ് കുറവാണ്. അതെന്തുകൊണ്ടാണ്? മട്ടന്നൂരൊക്കെ ഇടതുപക്ഷത്തിന്റെ പാർട്ടി ഗ്രാമങ്ങള്, മാലൂരും ചിറ്റാരിപ്പറമ്പും പിന്നെ അങ്ങനെയല്ല കോട്ടയിലും മട്ടന്നൂര് വളരെ ചെറിയ ഇതേ ഉള്ളൂ. ഇപ്പം സജി ചെറിയാണ് വെറും നമ്മള് കണ്ണൂരെ പറയുന്നെങ്കിലും കൂടി ഒന്നുകൂടി പറയാം, സജി ചെറിയാണ് ഏറ്റവും ചെറിയ ലീഡേ ഉള്ളൂ. 804 വോട്ടിന് ലീഡ് മാത്രമേ ഉള്ളൂ. അദ്ദേഹം മന്ത്രിയാണ്. അപ്പം സ്വാഭാവികമായിട്ട് ഇവിടെ ഇപ്പം മത്സരിക്കുന്ന മന്ത്രിമാരിൽ കുറെ പേര് പിറകിലാണ്. KV ഗണേഷ് കുമാർ അടക്കം. ഞാൻ KV ഗണേഷ് കുമാറിന്റെ പേര് ഇടയ്ക്കിടെ എടുത്ത് പറയുന്നത്, KSRTC മാതിരിയുള്ള ഒരു സംവിധാനത്തെ നല്ല രീതിയിൽ കൊണ്ടുപോകാൻ അദ്ദേഹം നല്ലപോലെ ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ മറ്റു അദ്ദേഹത്തിന് പലതും ഡിഫോൾട്ടായി വന്നു എന്നുള്ളതാണ് ഒരു സത്യം. എത്ര റൗണ്ടിലേക്കാണ് ഇപ്പൊ പോയത്? 6-7 റൗണ്ടിലേക്ക് അതൊക്കെ കഴിഞ്ഞു. 15 റൗണ്ടിലേക്കാണ് ചിത്രം തെളിയുള്ളൂ. 10 റൗണ്ട് കഴിയുമ്പോൾ ഇപ്പൊ തന്നെ ഏകദേശം തെളിഞ്ഞു, ഏകദേശം ആയി. UDF-ന്റെ ആ ഒരു മേൽക്കോയ്മ വന്നു കഴിഞ്ഞു. ഇനി ആ കാര്യത്തെ കുറിച്ച് നമ്മൾ ഇതാവണ്ട, ഇവർക്കുള്ള ലീഡ് എത്രയാണ്. അതുപോലെ തന്നെ കണ്ണൂരിലെ മറ്റൊരു മണ്ഡലമാണ് നമ്മള് ഇവിടെ ഏറ്റവും നല്ലൊരു ബ്രേക്കിംഗ് ന്യൂസ് വന്നിട്ടുള്ളത്, 1536 ശ്രീ പിണറായി വിജയൻ മുന്നിലേക്ക് കടന്നിട്ടുണ്ട് ധർമ്മടത്ത്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് നേരത്തെ പറഞ്ഞ പോയിന്റ് അവിടെ LDF-ന്റെ കോട്ടകള് പതിയെ എണ്ണി തുടങ്ങുന്നത് അതാണ്. അപ്പൊ അവിടെ ഞാൻ അതുകൊണ്ടാണ് നേരത്തെ എല്ലാവരും അദ്ദേഹത്തിന് പിറകിലാണെന്ന് പറഞ്ഞ് ആഘോഷിക്കുമ്പോഴും
ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞത് അദ്ദേഹം ഈ റിസൾട്ട് വരാനിരിക്കുന്നേ ഉള്ളൂ. അല്ല, അദ്ദേഹത്തിന്റെ ഏരിയയിൽ എത്തില്ല. അത് ഇപ്പൊ ഓക്കെ. അഞ്ചരക്കണ്ടി വേങ്ങാട് ഇങ്ങനെ വരുന്നത് അദ്ദേഹത്തിന് ആ ഒരു അവസ്ഥയിൽ നോക്കുമ്പോൾ ഏറ്റവും നല്ല ലീഡിലേക്ക് അദ്ദേഹം. എനിക്ക് തോന്നുന്നത് എന്ന് വെച്ചാല് ആദ്യം ഈ നമ്മുടെ ചക്കരക്കല്ല് ഭാഗങ്ങളിലൊക്കെ എണ്ണിയപ്പോഴാണ് ആയിരിക്കാം. അത് നമുക്ക് ഇന്ന ഭാഗത്ത് പറയാൻ ഏകദേശം ആ ഒരു ഭാഗത്തേക്ക് വരുമ്പോഴത്തേക്ക് അത് സ്വാഭാവികം. അവിടെ കോൺഗ്രസ്സുകാർ കൂടുതൽ നേരെ കോൺഗ്രസ് എന്നുള്ളതല്ല, അത് ഒരു പാർട്ടി വികാരമാണ്. അത് ഈ ധർമ്മടം എന്ന് പറയുന്ന ആ മണ്ഡലം ഞാൻ പല പ്രാവശ്യം ഞാൻ ആ ഭാഗത്തോട്ടൊക്കെ പോയിട്ടുണ്ട്. ഏറ്റവും നല്ല വികസനം ഉണ്ടായ ഒരു പ്രദേശമാണ്. വലിയ വികസനം. എന്റെ നാടാണ്. അത് ശരി. ഓക്കെ. അപ്പൊ പിന്നെ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് അവിടുത്തെ ജനങ്ങളോട് ചിന്തിക്കില്ല നമുക്കിവിടെ ഇന്ന വികസനം ഉണ്ടായിട്ടുണ്ട്. ഒരു വികസനത്തിനാണ് എല്ലാവരും മൂന്നൽ കൊടുക്കുക. അപ്പോൾ ചോദിക്കും വികസനം. ആ നാട്ടിന്റെ പ്രത്യേകത അവിടെ എല്ലാം പാർട്ടിയാണ്. ഓക്കെ, ശരി, ആയിക്കോട്ടെ. അവിടെ പാർട്ടി ആണെങ്കിലും ആ നാടിന് വികസനം ഉണ്ടോ? ഉണ്ട്. ഉറപ്പല്ലേ? ഉറപ്പാണ്. ആ ഉറപ്പിൽ തന്നെയാണ് ഈ ഉറപ്പും നൽകുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് മറ്റൊക്കെ രാഷ്ട്രീയമാണ്. അതുപോലെ സണ്ണി ജോസഫ്, ശൈല ടീച്ചർ ഇപ്പൊ ശരിക്കും പറഞ്ഞ സണ്ണി ജോസഫ് തിരിച്ചു വന്നു ലീഡിലേക്ക്. സണ്ണി ജോസഫ് വന്നു. പിന്നെ ഉള്ളത് കൂത്തുപറമ്പാണ്. കൂത്തുപറമ്പിലും ചെറിയ ലീഡിലാണ് മുന്നോട്ട് പോകുന്നത്. അതായത് നമ്മുടെ എന്താണ് പേര്? പ്രവീൺ അല്ലേ? അതെ. അവര് വളരെ ചെറിയ ലീഡിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇപ്പം നമുക്ക് പറയാൻ ഞാനൊന്ന് പറയട്ടെ. ഈ ജി സുധാകരൻ, ടി കെ ഗോവിന്ദൻ, വി കുഞ്ഞികൃഷ്ണൻ, ഇവര് മൂന്നാളാണ് ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് വിട്ടുപോയ പ്രമുഖർ. അപ്പൊ സ്വാഭാവികമായിട്ട് വി കുഞ്ഞികൃഷ്ണനെ നമ്മൾ പൊതുവിൽ അറിയാൻ തുടങ്ങിയത് ഈ ഒരു പ്രശ്നം വന്നതിന് ശേഷം. അതേസമയം ടി കെ ഗോവിന്ദനും ഏകദേശം ഈ ഒരു ജി സുധാകരനാണ് കേരളത്തിൽ അറിയപ്പെടുന്ന ഏറ്റവും നല്ല പൊതുമരാമത്ത് മന്ത്രിയൊക്കെ ആയിട്ട് പേരെടുത്ത ഒരു വ്യക്തിയാണ് ജി സുധാകരൻ. അതൊക്കെ ഇരുന്നതെല്ലാം പൊന്നാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കേരളത്തിന്റെ മുഴുവൻ അപ്ഡേറ്റ് അടുത്തൊരു വീഡിയോയിലേക്ക് വരാം. അപ്പൊ കണ്ണൂരിന്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. അത്യാവശ്യമുള്ളത് പറഞ്ഞു കഴിഞ്ഞു. കാരണം നമുക്ക് ഇനി അതേക്കുറിച്ച് കൂടുതൽ വിശദീകരിക്കണമെങ്കിൽ നെക്സ്റ്റ് റൗണ്ട് വരണം. അപ്പൊ മറ്റൊരു ബൈ ബൈ.